അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? റാഹത്തല്ലേ? സുഖം തന്നെയല്ലേ? ഇൻഷാ അല്ലാഹ് പടച്ച റബ്ബ് ഓൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ധാരാളം സ്നേഹിക്കാൻ, അവിടുത്തെ മേലിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ, അവിടുത്തെ ഹുബ്ബ് നമുക്കും ലഭിക്കാൻ, അവിടത്തേക്ക് കൂടുതൽ അടുക്കാൻ, അതിലൂടെ പടച്ച റബ്ബിലേക്ക് വസിലാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓൻ്റെ കാരുണ്യം കൊണ്ട്, ഓൻ്റെ ഹബീബിൻ്റെ ഹക്ക് കൊണ്ട് നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ആദ്യത്തിൽ ദുആ ചെയ്യാം. ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു അത്ഭുത സ്വലാത്താണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ നിലകൊള്ളുന്നത് ദുൽഹിജ്ജ മാസത്തിലാണല്ലേ. വളരെ ഏറെ ശ്രേഷ്ഠതയുള്ള ഒരു ദിനരാത്രങ്ങളാണ് ശരിക്കും ദുൽഹിജ്ജയിലെ ഈ 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ. വളരെയധികം നമ്മുടെ ദുആക്കൊക്കെ കബൂലിയത്ത് കിട്ടാനും, അതുപോലെ തന്നെ പടച്ച റബ്ബിലേക്ക് കൂടുതൽ അടുക്കാനും, നമ്മുടെ തൗബ കൂടുതൽ സ്വീകരിക്കാനും, കൂടുതൽ നന്മകൾ ചെയ്യാനും, ചെയ്യുന്ന നന്മകൾക്ക് കൂടുതൽ ഫലങ്ങൾ ലഭിക്കാനും ഒക്കെ കാരണമാകുന്ന ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ദിനരാത്രങ്ങളിലൊക്കെ ഒരു പ്രാവശ്യമെങ്കിലും ഈ സ്വലാത്തൊക്കെ ചൊല്ലാൻ കഴിയുക എന്നുള്ളത് വളരെയധികം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഒരു അനുഗ്രഹമാണ്, ഒരു നിഅമത്താണ്, ഒരു മിന്നത്താണ്. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ സ്വലാത്ത് ഏതെന്നോ അതിൻ്റെ ചില ഗുണങ്ങളും നമുക്ക് പറയാം. നമുക്കെല്ലാവർക്കും പരിചയമുള്ള, നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ വളരെയധികം ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന, ട്രെൻഡിങ് മീൻസ് ഇതിൻ്റെ ഫലങ്ങൾ കൊണ്ട് ആളുകൾക്കിടയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന, ഈ ഒരു സ്വലാത്തിലൂടെ ലഭിച്ച ഫലങ്ങൾ കാരണം ആളുകൾ ഏറ്റെടുത്ത, ഈ ഒരു സ്വലാത്തിലൂടെ ലഭിക്കുന്ന എക്സ്പീരിയൻസസുകൾ, ഫലങ്ങൾ, അനുഭവങ്ങൾ കാരണം ആളുകളുടെ അവരുടെ നിത്യജീവിതത്തിൽ ഡെയിലി ചൊല്ലുന്ന ഒരു സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്നുള്ളത്. ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട് നമുക്ക് എല്ലാ ഖൈറുകളിലേക്കുമുള്ള അബ്വാബുകൾ, കവാടങ്ങൾ തുറന്നു തരുന്ന സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ ശുറൂറുകളുണ്ടോ അതൊക്കെ, അതിൻ്റെ വാതിലുകളൊക്കെ നമ്മളെ തൊട്ട് കൊട്ടിയടക്കുന്ന, അതിൻ്റെ ഷെറുകളിൽ നിന്ന് നമ്മളെ കാക്കുന്ന, അതിന് പവറുള്ള ഒരു സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ. അറിയാത്തവരുണ്ടാവില്ലല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. വളരെയധികം ബെനിഫിഷ്യലായിട്ടുള്ള സ്വലാത്താണ്. നരകമോചനം ലഭിക്കാൻ, സിഹറിൽ നിന്നുള്ള രക്ഷ, കണ്ണീറിൽ നിന്നുള്ള രക്ഷ, അതുപോലെ ഹാസിദീങ്ങളുടെ ഹസദിൽ നിന്നുള്ള രക്ഷ, അതുപോലെ തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കാൻ വേണ്ടി, പ്രത്യേകമായിട്ടുള്ള ആഗ്രഹങ്ങൾ നിറവേറാൻ വേണ്ടി, അതുപോലെ ഇതിൻ്റെ മറ്റു സീഗകൾ ഉൾക്കൊള്ളുന്ന ഒരു സ്വലാത്തുണ്ട്. അത് മഹാന്മാരെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മഹാനായ ഷെയ്ഖ് അഹമ്മദ് സ്വാവി റളിയല്ലാഹു അൻഹു ഒക്കെ ഇതിൻ്റെ വേറെ സീഗ ഉൾപ്പെടുന്ന രീതിയിൽ ഈ സ്വലാത്ത് റിപ്പോർട്ട് ചെയ്യുന്നിട്ടുണ്ട്. അതിൽ മഹാനവറുകൾ ഇതിൻ്റെ ഫലം പറയുന്നു, ഒറ്റ പ്രാവശ്യം ചൊല്ലിയാൽ 10,000 സ്വലാത്താണ് തുല്യമാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഓരോ നിലക്കും ഗുണങ്ങൾ കൂടുക എന്നല്ലാതെ കുറയാത്ത സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ. എന്തായാലും അൽഹംദുലില്ലാ ഈ പുണ്യമാസത്തിലൊക്കെ നമുക്കത് ചൊല്ലാൻ സാധിച്ചു എന്നുള്ളതിന് പടച്ച റബ്ബിനെ സ്തുതിക്കാം. നിങ്ങളത് പതിവാക്കുന്നവരാണ് എന്നറിയാം. എങ്കിലും ഇടയ്ക്കുള്ള ഒരു ഉണർത്തൽ മുഅ്മിനീങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതാണല്ലോ. ഇൻഷാ അല്ലാഹ് എന്താണെങ്കിലും ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇതുപോലെയുള്ള വ്യത്യസ്ത സ്വലാത്തുകളുമായിട്ട് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.